ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിൽ ഒന്നാണ്. ഇന്ന് ലൂക്കാച്ചൻ്റെ മാമോദീസയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ലൂക്കാച്ചൻ്റെ മാമോദീസ ദിവസത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളായിക്കോട്ടെ. മുളകുന്നിലെ വീട്ടിൽ നിന്നും കൊപ്രാക്കളത്തുള്ള നമ്മുടെ വാവയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും മാമോദീസയ്ക്ക് പോകാനുള്ള തിരക്കിലാണ്. നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ടോമി പപ്പായും സണ്ണിയപ്പായും കൂടെ ചാച്ചനുമായിട്ട് കുശലം പറഞ്ഞിരിക്കുകയാണ്. ലൂക്കാച്ചൻ്റെ മാമോദീസ ഫോട്ടോഷൂട്ട് അതിരെ ഫോട്ടോഗ്രാഫി ജിബിൻ ബ്രോയുടെയും നിതിൻ ബ്രോയുടെയും നേതൃത്വത്തിൽ ഉഷാറായിട്ട് നടക്കുകയാണ്. കുഞ്ഞു പിള്ളേരെ കൊണ്ടുള്ള ഫോട്ടോഗ്രാഫി കുറച്ച് ടാസ്ക് പിടിച്ച കേസാണ് കേട്ടോ. എന്നിരുന്നാലും പിള്ളേർ ഫോട്ടോസും വീഡിയോസൊക്കെ തകർത്ത് എടുത്തിരിക്കുന്നു. ഏകദേശം ഒരു 11 മണിയായപ്പോൾ സെന്റ് മേരീസ് ചർച്ച് ഇളങ്കുളം പള്ളിയിലേക്ക് ഞങ്ങൾ യാത്രയായി. എൻ്റെ ചേട്ടനായ ഫാദർ ജോസഫ് ഐലുകുന്നിലച്ചനാണ് മാമോദീസ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. ലൂക്കാച്ചനാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഓർത്ത് അത്ഭുതത്തോടെ എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാമോദീസ സ്വീകരിച്ച ശേഷം പുത്തൻ ഉടുപ്പും പുത്തൻ തിരിയും മുടിയൊക്കെ ധരിച്ച് ലൂക്കാച്ചൻ വളരെ ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു. മാമോദീസ കുർബാന കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ചർച്ചിന്റെ തന്നെ പാരിഷ് ഹാളിലാണ്. അങ്ങനെ ലൂക്കാച്ചന്റെ മാമോദീസ കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങി ഞങ്ങൾ നേരെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹാളിലേക്ക് നടക്കുകയായി. മന്ന കേറ്ററിംഗ്സ് ആണ് നമുക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിരിക്കുന്നത്. സെന്റ് മേരീസ് ഇവന്റ്സ് പ്ലാനേഴ്സ് ടീംസ് ആണ് നമ്മുടെ സ്റ്റേജും ലൈറ്റ്സും സൗണ്ട്സും ഒക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ വളരെ മനോഹരമായിട്ട് സ്റ്റേജൊക്കെ അവർ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ലൂക്കാച്ചന്റെ ഈ വിശേഷപ്പെട്ട ദിവസത്തിൽ പള്ളിയിൽ നിന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം അച്ഛന്മാരോടൊപ്പം കുറച്ച് ഫോട്ടോയും എടുത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹാളിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. പള്ളിയിൽ കയറി ഒന്നും കൂടെ പ്രാർത്ഥിച്ച് നേർച്ചയും ഇട്ട് നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയും അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരും. ഇനി അല്പനേരം എല്ലാവരെയും കണ്ട് വർത്താനം പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്താകാം പരിപാടികളൊക്കെ. സത്യം പറഞ്ഞാൽ നല്ല തിരക്കായി പോയി കേട്ടോ. ലൂക്കാച്ചൻ്റെ കൂടെ എല്ലാ ഫോട്ടോസ് എടുക്കണം, നമ്മുടെ ബന്ധുക്കാരോട് എല്ലാവരോടും സംസാരിക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണം. ഈ തിരക്കിനിടയിൽ പറ്റുന്ന പോലെ എല്ലാവരോടും സംസാരിക്കാൻ വിശേഷങ്ങൾ പങ്കുവെക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആരോടെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. ഫോട്ടോയും വർത്തമാനമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ലേറ്റായി. മന്ന കേറ്ററിംഗ്സിന്റെ ഫുഡൊക്കെ എനിക്കും വാക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൂക്കാച്ചന്റെ ഫോട്ടോഗ്രാഫി ടീംസിന് വിട്ടുകൊടുത്തിട്ട് ഒരു കപ്പ് ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും കഴിച്ചതിന് ശേഷം കിട്ടിയ ഗിഫ്റ്റൊക്കെ കാറിലാക്കി കുറച്ച് നല്ല ഫോട്ടോസും കൂടി എടുത്തിട്ട് എല്ലാവരും പറഞ്ഞു വിടാനുള്ള പരിപാടിയിലാണ്. അതിരെ ഫോട്ടോഗ്രാഫി ടീംസ് ആയിരുന്നു നമ്മുടെ വെഡിങ്ങും ചെയ്തിരുന്നത്. എനിക്ക് ഇവരുടെ വർക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഡെസ്റ്റിൻ്റെ കൂട്ടുകാരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വാവയുടെ വീട്ടിലേക്ക് എത്തി. ഞങ്ങളെല്ലാവരും കുറേ നേരം വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഡെസ്റ്റിനും പപ്പായും അമ്മയും കൂടെ കൊടുകുത്തി വീട്ടിലേക്ക് യാത്രയായി. ഞാനും ആവി ലൂക്കാച്ചനും ഇനി 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുള്ളൂ. വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞിരുന്ന ഡിന്നറൊക്കെ കഴിച്ച് ലൂക്കാച്ചന് കിട്ടിയ ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കി പ്രാർത്ഥനയും കഴിഞ്ഞ് ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഇന്നേ ദിവസം വന്ന് ലൂക്കാച്ചന്റെ മാമോദീസ അടിപൊളിയൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കേട്ടോ. കളിയും ചിരി ആഘോഷങ്ങൾ കഴിഞ്ഞ് ലൂക്കാച്ചൻ ഉറങ്ങാൻ സമയമായി എനിക്ക്. അപ്പോൾ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്.